അല്ലാന്തേട്ടാ, ഞാനേ ഒരു പുതിയ വാച്ച് എടുക്കണതിനെ പറ്റി ആലോചിക്കായിരുന്നു. ഒരു സിൽവർ റോസ് ഗോൾഡ് ഷെയ്ഡിലുള്ള ഒരു വാച്ച്. ഒരു മിനിറ്റ് ഏട്ടാ, ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഷെടാ, അതുപോലത്തെ ഒരു വാച്ച് നോക്കിയേ. കണ്ടാ, നോക്കി ഞാൻ യൂട്യൂബിലും നോക്കട്ടെ ട്ടാ. യൂട്യൂബിലുണ്ട് അതേ പരസ്യം. ഫേസ്ബുക്കിലെ അയ്യോ, ഫേസ്ബുക്കിലുണ്ട്. ഷെടാ, ഞാനേ ചിന്തിക്കണതും പറയണതും പ്രവർത്തിക്കണതും ആരെങ്കിലും എന്റെ ഫോണിന് പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം അല്ല, പല പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയുന്ന സമയത്ത് ആ സെയിം കാര്യത്തിന്റെ പരസ്യമോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഫോണിൽ വരാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ? നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ഫോണ് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ലേ? ഉദാഹരണത്തിന്, നമ്മൾ ഒരു പിസ്സ കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഫോണിൽ സൊമാറ്റോ സ്വിഗ്ഗിയോ പരസ്യത്തിലൂടെ നമ്മുടെ മുന്നിൽ പിസ്സ തന്നെ കൊണ്ടുവരാറുണ്ട്. അതും അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ബൈക്കോ സ്കൂട്ടിയോ വാങ്ങുന്ന ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തതെങ്കിൽ അപ്പൊ നമ്മുടെ മുൻപിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കൂട്ടിയുടെയും ബൈക്കിന്റെയും പരസ്യങ്ങൾ വരാറുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലങ്ങളുടെയോ അതും അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റിയ ഹോട്ടലുകളുടെയോ റിസോർട്ടുകളുടെയോ ഒക്കെ പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ വരാറുണ്ട്. ശരിയല്ലേ? ഈ സംശയം ആദ്യം വന്ന ദിവസം ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫോൺ മുന്നിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പുതിയ ഹെലികോപ്റ്റർ മേടിക്കണം എന്നുള്ളത്. അതും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണൊന്ന് തുറന്നു നോക്കി. പക്ഷേ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിലോ എവിടെയും ഞാൻ ഒരു ഹെലികോപ്റ്ററെ പോലും കണ്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ ഫോൺ കേൾക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതോ പറയുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോണിൽ വരുന്നത്? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമുക്കൊരു നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അവൻ അല്ലെങ്കിൽ അവൾ തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത പ്ലാനിങ്ങളെ കുറിച്ച് ചിലപ്പോൾ ഊഹിച്ച് പറയാറുണ്ട്. ശരിയല്ലേ? നമ്മൾക്ക് തന്നെ തോന്നാറില്ലേ, ഓ ഇവനെ അല്ലെങ്കിൽ ഇവൾക്ക് എന്റെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടല്ലോ എന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണും പ്രവർത്തിക്കുന്നത്. നമ്മൾ റീസെന്റ് ആയിട്ട് സെർച്ച് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായി കണ്ട റീൽസ്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്ക്രോൾ ചെയ്ത പോസ്റ്റുകൾ, നമ്മൾ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ഷോപ്പിംഗ് സൈറ്റുകളിൽ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫോണ് നമുക്ക് പരസ്യങ്ങളെ കാട്ടിത്തരുന്നത്. അപ്പോൾ ഒരു വാച്ചിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഞാൻ തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ വാച്ചിന് വേണ്ടി തന്നെയായിരിക്കും സെർച്ച് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വാച്ചിന്റെ പരസ്യം തന്നെയായിരിക്കും എൻ്റെ ഫോൺ ഫീഡിൽ ആദ്യം വരിക. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാകും, എന്നാലും ഞാൻ സംസാരിച്ച ഉടനെ എങ്ങനെയാണ് ആ സെയിം പരസ്യം എൻ്റെ ഫോണിൽ വന്നത്? പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു റെഡ് കളർ കാറ് വാങ്ങാൻ പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കും. ആ കാറിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും ആ കാറിനെ പറ്റിയുള്ള സെർച്ചുകളും എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന സമയത്ത് റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്നതെല്ലാം ഒരുപക്ഷെ റെഡ് കളറിലുള്ള കാറുകളായിരിക്കും. ആ റെഡ് കളറിലുള്ള കാറുകൾ അതിന് മുന്നത്തെ ദിവസവും ആ റോഡിലൂടെ പോയിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കാണില്ല. ഇപ്പോ നമ്മുടെ ചർച്ചാ വിഷയവും നമ്മുടെ ബ്രെയിനിലൂടെ ഓടുന്നതും റെഡ് കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന്റെ ശ്രദ്ധ കൂടുതലും റെഡ് കളറുള്ള കാറുകളിലേക്ക് സ്വാഭാവികമായും പോകുന്നതാണ്. ഇത് തന്നെയാണ് ഫോണിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച വാച്ചിന്റെയോ ഡ്രസ്സിന്റെയോ ബൈക്കിന്റെയോ ഷൂവിന്റെയോ ഒക്കെ പരസ്യങ്ങൾ മുൻപും നമ്മുടെ ഫീഡിലൂടെ വന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ അത് നമ്മുടെ ബ്രെയിൻ ശ്രദ്ധാപൂർവം നോക്കിയത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചതിന് ശേഷമാണ്. അപ്പൊ അതിനർത്ഥം നമ്മുടെ ഫോണിന് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒന്നും അറിയില്ലേ എന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഫോണിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വാച്ച്, സെർച്ച് ആൻഡ് ക്ലിക്ക്, ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഫോൺ തന്നെ എത്തിച്ചേർന്ന ഒരു നിഗമനമാണ് പിന്നീട് പരസ്യമായി നമ്മുടെ ഫോൺ ഫീഡിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച വിഷയം ഫോണിൽ ഒരു പരസ്യമായി കണ്ടാൽ ആരും അതിനെപ്പറ്റി വറി ചെയ്യണ്ട. അത് നിങ്ങളുടെ ചിന്തകളെയല്ല, മറിച്ച് നിങ്ങളുടെ ശീലങ്ങളെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഫോൺ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
എങ്കിൽ അത് തീർച്ചയായും താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഇതുപോലുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.